ഓം ശ്രീ പരമാത്മനെ നമഃ. ഭഗവത്ഗീത ഷഷ്ഠോധ്യായഃ. ശ്രീഭഗവാനുവാച അനാശ്രിതകർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസ്യന്യസ്തസങ്കൽപ്പോ ന ഹി അസന്യസ്തസങ്കൽപ്പോ ന ഹ്യസന്യസ്തസങ്കൽപ്പോ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ന ഹസന്യസ്ത ന ഹി അസന്യസ്ത ന ഹ്യസന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ആരുരുക്ഷോർമുനേർയോഗം കർമ്മ കാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. ശമ കഴിഞ്ഞിട്ട് വിസർഗമുള്ളതുകൊണ്ട് കാ ഇരട്ടിച്ച് ഉച്ചരിക്കണം. ഒന്നുകൂടെ വായിക്കാമേ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മ കാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജത്തെ. ആ വാക്ക് കർമ്മസു അനുഷജ്ജത്തെ എന്നാണ്. ഒന്നിച്ച് വായിക്കുമ്പം കർമ്മസ്വനുഷജ്ജത്തെ യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജത്തെ. കർമ്മസു അനുഷജ്ജത്തെ യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു ന. അവിടെ 8 അക്ഷരം തീർന്നു. പിന്നെ ന കർമ്മസ്വനുഷജ്ജത്തെ സർവസങ്കൽപ്പ സന്യാസി നീട്ടുണ്ട്. സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യത്തെ ഉദ്ധരേദാത്മനാത്മാനം. 8 അക്ഷരമായി അത്. നാത്മാനം അവസാദയേത്. നാത്മാനം അവസാദയേത് എന്നാണ്. അതുകൊണ്ട് നാത്മാനം അത് കഴിഞ്ഞാൽ അനുസ്വാരം അവിടെ ഇടുക. എന്നിട്ടത് ആ മാ വെട്ടിയിട്ട് ആ എഴുതണമെങ്കിൽ എഴുതാം. കാരണം ഇതൊരു തിരുത്തല്ല, അക്ഷരത്തെറ്റിൻ്റെ തിരുത്തല്ല. ആ സമസ്ത പദമായതുകൊണ്ട് പദം പിരിച്ച് വായിക്കാനുള്ള സൗകര്യത്തിന് നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് അങ്ങനെ എഴുതുന്ന. നാത്മാനം അവസാദയേത് ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് പിന്നെ രാ വെട്ടിയിട്ട് ആത്മൈവ രിപുരാത്മനഃ. ഇത് പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അർത്ഥം പറയാൻ പോയാൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് അർത്ഥം നമ്മൾ പറഞ്ഞല്ലല്ലോ, ഇത് ചാൻറ്റിങ്ങാണ് നമ്മൾ പഠിക്കുന്നത്. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹോ ആത്മൈവ രിപുരാത്മനഃ. ആ ബന്ധുർ എന്നായാലും തെറ്റില്ല. ബന്ധുരാത്മാത്മനസ്തസ്യ 2 മായുണ്ട്. ബന്ധുർ ആത്മാത്മനഃ തസ്യ ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ജിതാത്മനഃ പ്രശാന്തസ്യ ഉണ്ടോ. ജിതാത്മന കഴിഞ്ഞൊരു വിസർഗമുള്ളത് കൊണ്ട് പ്ര എന്നുള്ള അക്ഷരം ഇരട്ടിച്ച് ഒന്ന് ഫോഴ്സ് കൊടുത്ത് വായിക്കണം. എന്നാലേ ആ മാത്ര അവിടെ ശരിയാവുകയുള്ളൂ. 8 അക്ഷരത്തിൻ്റെ അവിടെ വരുമ്പോൾ ശരിയാവുകയുള്ളൂ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗീ നീട്ടുണ്ട്. സമലോഷ്ടാശ്മ കാഞ്ചനഃ. ഒന്നുകൂടെ വായിക്കാമേ.
ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചനഃ സുഹൃൻ മിത്രാരി ഉദാസീന മധ്യസ്ഥ ദ്വേഷ്യബന്ധുഷു. അങ്ങനെ തന്നെയാണേ. സുഹൃൻ മിത്രാരി ഉദാസീന. മിത്രവും അരി എന്ന് പറഞ്ഞാൽ ശത്രു. സുഹൃത്ത്, മിത്രം, അരി, ദാസന്മാർ. സുഹൃൻ മിത്രാരി ഉദാസീന എന്നാണേ. മിത്രാരി ഉദാസീന, ദാസീന്നില്ല കേട്ടോ. സുഹൃൻ മിത്രാരി ഉദാസീന. സുഹൃൻ മിത്രാരി ഉദാസീന. അവിടെ 8 അക്ഷരമായി. അപ്പോൾ അവിടെ ഒരു ചെറിയ പോസ് കൊടുത്തിട്ട് മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു ഒന്നിച്ച് വായിക്കേണ്ടതാണ്. എങ്കിലും അവിടെ നമ്മളൊന്ന് ഈണം ശരിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്നൊരു അവിടെ ഒരു ചെറിയൊരിത്. സുഹൃൻ മിത്രാരി ഉദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു. ശരിയായില്ലേ? സാധുഷു അപി ച പാപേഷു. സാധുഷു അപി ച പാപേഷു സമബുദ്ധിർ വിശിഷ്യത്തെ യോഗി യുഞ്ജീത സതതം. അവിടെ നിർത്തുക 8 അക്ഷരമായി. പിന്നെ മാ വെട്ടിയിട്ട് ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീ യത ചിത്താത്മാ നിരാശീരാപരിഗ്രഹഃ യോഗി യുഞ്ജീത സതതം. അതങ്ങനെ തന്നെ എഴുതിയ പുസ്തകങ്ങളുണ്ട്. സതതം എന്നെഴുതിയത് 4 ലൈനായിട്ട് എഴുതിയത്. അതായത് നമ്മുടെ അനുഷ്ടുപ്പ് വൃത്തത്തിൽ 32 അക്ഷരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 8 അക്ഷരം വീതമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 4 32. അപ്പോൾ 8 അക്ഷരം ഒരു ലൈൻ, പിന്നെ അടുത്ത ലൈനും 8 അക്ഷരം, അപ്പോൾ 16. പിന്നത്തേത് 24, പിന്നെ 8 കൂടെ ആകുമ്പോൾ 32. അങ്ങനെയാണ് ടോട്ടൽ 32 അക്ഷരങ്ങൾ വരുന്നത്. അപ്പോൾ അതിനാണ് ആ 8 അക്ഷരത്തിൻ്റെ അവിടെ നമ്മൾ പിരിക്കുന്നത് കൊണ്ടാണ് ആ സതതം എന്ന് പറഞ്ഞിട്ട് പിന്നെ മാ വെട്ടിയിട്ട് പിന്നെ പറയണ്ടല്ലോ ആത്മാനോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചില പുസ്തകങ്ങളിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്കിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പിരിച്ച് എഴുതാൻ പറയുന്നത് കേട്ടോ. ആരെങ്കിലും അത് തെറ്റാണെന്ന് ഓർക്കരുത്. തെറ്റ് തിരുത്തുന്നതല്ല ഇത്. നമ്മുടെ വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പിരിച്ചെഴുതുക എന്ന് നമ്മൾ പറയുന്നതാണ്. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീ യത ചിത്താത്മാ നിരാശീരാപരിഗ്രഹഃ. ഹരി ഓം.